സൂചിപ്പിച്ചതുപോലെ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാനിൽ നിന്ന് 100 പേരടങ്ങുന്ന ഒരു ഇന്ത്യൻ സംഘം അതിർത്തി കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഒഴിപ്പിക്കലും കൃത്യമായി തന്നെ തയ്യാറെടുപ്പിൽ തന്നെയാണ് കേന്ദ്രമുള്ളത്. അതിനായിട്ടുള്ള സർവകലാശാലകളുടെ പിന്തുണ ഇന്ത്യ തേടിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ഇറങ്ങി വരുന്ന വിവരം. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാന്റെ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ ഒരു യാത്ര ഒരുക്കുക എന്നുള്ള കാര്യം ഇറാനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. ഇറാൻ അതിർത്തി അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കരമാർഗത്തിലൂടെ വേണം ഇങ്ങോട്ടേക്ക് എത്താൻ എന്നുള്ള കാര്യം കൂടി ഇറാൻ അറിയിച്ചിട്ടുണ്ട്. അതായത് അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നിട്ട് വേണം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ രക്ഷ തേടിയിട്ട് അവിടെ തങ്ങിക്കിടക്കുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ആക്രമണം രൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് സംരക്ഷണം ഒരുക്കണം എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞതുമാണ്. അതിനെ തുടർന്ന് ഇപ്പോൾ എന്തായാലും കേന്ദ്രം വലിയ രീതിയിൽ തന്നെ ഒരു സഹായവുമായി എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ടെഹ്റാനിലും കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാവുന്നുണ്ട്. അതിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. നേരത്തെ അക്ഷയ് സൂചിപ്പിച്ചതുപോലെ 4 ദിവസമായി തന്നെ ഈ ഒരു സംഘർഷം തുടരുകയാണ്. അതിൽ ഇസ്രായേലിലെ ടെൽ അവീവിൽ നിന്നുള്ള ഇന്ത്യക്കാരെയും ഒഴിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 25,000-ഓളം ആളുകളെയാണ് ഇന്ത്യൻ എംബസി ഒഴിപ്പിക്കേണ്ടി വരിക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും ഇസ്രായേൽ നൽകുമെന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിലെ വ്യോമപാത അടച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ജോർദാൻ, ഈജിപ്ത് അതിർത്തികൾ വഴി വേണം ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കം തുടങ്ങാൻ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇത് മാത്രമല്ല, ഇസ്രായേൽ ഇറാൻ സംഘർഷം അയവില്ലാതെ തുടരുകയുമാണ്. എന്തായാലും ഈ ടെഹ്റാൻ നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ജനങ്ങൾക്കൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ വലിയൊരു വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏകദേശം 45 പേർ കൊല്ലപ്പെട്ടു, 100-ലേറെ പേർക്ക് പരിക്കേറ്റു എന്നുള്ളതൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇനി ഈ മരണസംഖ്യ കൂടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഈ സംഘർഷം ഇപ്പോഴും തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഒപ്പം തന്നെ വിവിധയിടങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങളെല്ലാം ഉയരുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പോലും പറയുന്ന കാര്യമാണ്. എന്തായാലും ഒരു ആശങ്കയുടെ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ സാഹചര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.